സാറേ, മലയാളത്തിൽ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പത്രങ്ങളുടെയും ഇന്നത്തെ രൂപകൽപ്പനയിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് തയ്യിൽ ജേക്കബ് സോണി. ടി ജെ എസ് ജോർജ് എന്ന് പറഞ്ഞാൽ 7 പതിറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത്. അതായത് മുംബൈയിൽ മുതൽ ഹോങ്കോങ് വരെ. സാർ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കുക? അല്ല, എനിക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒരിക്കലും അവസരം ഉണ്ടായിട്ടുണ്ടായി. ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മറ്റോട്ടെയാണ് എൻ്റെ ഒരു ഓർമ്മ. മാതൃഭൂമിയുടെയാണ്, ഏതിൻ്റെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ കൃത്യമായിട്ട്. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ പോയി അങ്ങോട്ട് ചെന്ന് കണ്ട് തലക്കിടിച്ച് കയറി പരിചയപ്പെട്ട് സംസാരിച്ചു. ഞാൻ സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഇദ്ദേഹം വിയറ്റ്നാമിൽ പോയിട്ട് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം വിയറ്റ്നാമിലൂടെ എന്ന് പറയുന്ന ഒരു അനുഭവ പരമ്പര മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയിരുന്നു. ടി ജെ എസ് ജോർജ് എന്ന പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് അത് വായിച്ചപ്പോഴാണ്. അത് സാധാരണ ഒരു എഴുത്ത് ആയിരുന്നില്ല. ലളിതമായ മലയാളത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞെഴുതുന്നു. അതൊരു പത്രപ്രവർത്തകനെ എങ്ങനെ കണ്ടു, ആ കണ്ടതിനെ എങ്ങനെ എഴുതുന്നു എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. ചെറിയ ചെറിയ വാചകങ്ങളിൽ അതിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് വായിക്കുന്നത്. വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് വായിച്ചാണ്. ഓർത്തിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം അവിടെ ഒരു രാത്രി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചങ്ങമ്പുഴ കവിതകൾ അവിടെ ഇരുന്നുകൊണ്ട് വായിക്കുന്ന അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചങ്ങമ്പുഴയെ അക്കാലത്ത് വായിക്കുന്നൊരു കാലമായതുകൊണ്ട് ചങ്ങമ്പുഴ കവിതകൾ താൻ അവിടെ ഇരുന്ന് വായിച്ചു എന്നും ആ ചങ്ങമ്പുഴ കവിതകളിൽ കാണുന്ന പല ഭൂപ്രദേശങ്ങളും തനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം അതിൽ അനുസ്മരിച്ച് എഴുതിയിരുന്നു. അന്നൊന്നും ഈ ടി ജെ എസ് ജോർജ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു കക്ഷിയാണ് എന്നെനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഏഷ്യ വീക്ക് എന്ന് പറയുന്ന അതിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ ഒരു ലോക പത്രപ്രവർത്തകൻ എന്ന് ആരെക്കുറിച്ചെങ്കിലും പറയാമെങ്കിൽ, കാരണം ഒരു കേരളം വിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി എല്ലാ സ്ഥലത്തും പോയി അവിടെ എല്ലാം ഒരു പത്രപ്രവർത്തനം നടത്തിയ ഒരാൾ എന്ന നിലക്ക് പറയണമെങ്കിൽ ടി ജെ എസ് ജോർജിൻ്റെ പേരേ നമുക്ക് പറയാനുള്ളൂ. വേറെ ആരുണ്ട് അങ്ങനെ? വേറൊരാളില്ല. വെറും പത്രപ്രവർത്തനം മാത്രമല്ല, എഴുത്തുകാരെന്ന നിലക്ക് അദ്ദേഹം 5 പ്രമുഖരായ 5 പേരെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. സാധാരണ ഒരു പത്രപ്രവർത്തകൻ എഴുതാത്ത ഒരു കാര്യമുണ്ട്. സാധാരണ പത്രപ്രവർത്തകർ എഴുതാറുള്ളത് രാഷ്ട്രീയക്കാരുടെ ജീവചരിത്രമാണ് പ്രധാനമായിട്ടും എഴുതാറുള്ളത്. കാരണം അവർക്ക് സുപരിചിതമായിട്ടുള്ളത് രാഷ്ട്രീയക്കാരുടെ ജീവിതവുമാണ്. അപ്പോൾ ആ ജീവിതം കണ്ടിട്ട് ജീവചരിത്രം എഴുതുന്ന ധാരാളം പേരുണ്ട്. എഴുതി കൊടുക്കുന്നവരുണ്ട്, രാഷ്ട്രീയക്കാർക്ക് അവരുടെ ആത്മകഥയൊക്കെ എഴുതി കൊടുക്കുന്ന പത്രപ്രവർത്തകരുമുണ്ട്. പക്ഷേ ഇദ്ദേഹം എഴുതിയത് ആദ്യം എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു ആത്മകഥ എന്ന് പറഞ്ഞാൽ MS സുബ്ബലക്ഷ്മിയെക്കുറിച്ച് അദ്ദേഹം അവരുടെ ജീവചരിത്രം എഴുതി എന്നുള്ളതാണ്. MS സുബ്ബലക്ഷ്മി നമുക്കറിയാം, കർണാടക സംഗീത ചക്രവർത്തിനി എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ആധിപത്യം നേടിയ, സംഗീത ലോകത്ത് ഇത്രയേറെ ആധിപത്യം നേടിയ, ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വെങ്കടേശ സുപ്രഭാതക്കാരുടെയാണ് MS സുബ്ബലക്ഷ്മിയുടെയാണ്. ആ MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം അദ്ദേഹം എഴുതി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സാധാരണ ഒരു പത്രപ്രവർത്തകൻ അതിന് തുനിയില്ല. ഒരു സിനിമാ താരത്തെക്കുറിച്ച് എഴുതണം എന്ന് അദ്ദേഹം ചിന്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് നർഗീസ് ദത്താണ്. അവർ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, അഭിനയ മികവ് കൊണ്ടും വലിയ സ്വാധീനം ഇന്ത്യൻ സിനിമകളിൽ ചെലുത്തിയിട്ടുള്ളൊരു സ്ത്രീയാണ്. 2 പ്രമുഖരായ സ്ത്രീകളുടെ ജീവചരിത്രം എഴുതിയ ആളാണ് അദ്ദേഹം. ഒന്ന് MS സുബ്ബലക്ഷ്മിയുടെയും മറ്റൊന്ന് നർഗീസ് ദത്തിൻ്റെയും. 2 പേരുടെ ജീവചരിത്രം. ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ്റെ ജീവചരിത്രം എഴുതണം എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം എഴുതിയത് ആരുടെയാണ്?
വി.കെ. കൃഷ്ണമേനോൻ്റെ ജീവചരിത്രമാണ്. കാരണം വി.കെ. കൃഷ്ണമേനോൻ പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു സത്യത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും സാഹിത്യ പരിജ്ഞാനവും വായനാനുഭവവും വി.കെ. കൃഷ്ണമേനോൻ വലിയ കക്ഷിയായിരുന്നു. കാരണം ഈ പെൻഗ്വിൻ്റെ പോക്കറ്റ് എഡിഷൻ പുസ്തകങ്ങളുടെ എഡിറ്ററായിരുന്നു അദ്ദേഹം. അപ്പോൾ പിന്നെ ബ്രിട്ടനിലിരുന്നു കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. യൂറോസെൻട്രിക് ആയിരുന്നു. ബ്രിട്ടീഷ് പാരമ്പര്യത്തോടും യൂറോപ്പിൻ്റെ സംസ്കാരത്തോടും ഒക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. നെഹ്റുവിയൻ ട്രഡീഷനിൽ വന്നിട്ടുള്ള യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് വി.കെ. കൃഷ്ണമേനോൻ. അതിലൊന്നൊരു സംശയമില്ല. വി.കെ. കൃഷ്ണമേനോനെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് പാശ്ചാത്യ സാഹിത്യകൃതികളും ആ സംസ്കാരവും ഒക്കെ തന്നെയാണ്. ഭാരതീയ സംസ്കാരവും ഭാരതീയ സാഹിത്യകൃതികളും ഭാരതീയ ദർശനങ്ങളും ഒന്നും വി.കെ. കൃഷ്ണമേനോനെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ ആ വി.കെ. കൃഷ്ണമേനോൻ്റെ ഇത് അദ്ദേഹം എഴുതി. ഭരണാധികാരികളുടെ ഒരു ജീവചരിത്രം എഴുതേണ്ടി വന്നപ്പോൾ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? സിംഗപ്പൂരിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ജീവചരിത്രമാണ് അദ്ദേഹം എഴുതിയത്. ഒരു പത്രപ്രവർത്തകനെക്കുറിച്ച് എഴുതാൻ തോന്നിയപ്പോൾ അദ്ദേഹത്തെ സ്വാധീനിച്ചത് പോത്തൻ ജോസഫിൻ്റെ ജീവചരിത്രമാണ്. അപ്പോൾ ഒരേ സമയത്ത് പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം 25 കൊല്ലക്കാലമാണ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു കോളം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിക്കൊണ്ടിരുന്നു. 25 കൊല്ലം നിരന്തരമായിട്ട് കോളം എഴുതിക്കൊണ്ടിരുന്നു. ഈ കോളം എഴുത്ത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. കുറേ റിസർച്ച് ചെയ്യേണ്ടി ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്ത് ഇന്നത്തെ രീതിയിൽ ഇൻഫർമേഷൻ എളുപ്പം കിട്ടാവുന്ന ഒരു സാഹചര്യം ഇല്ലയെന്ന്. അതെ, ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഗൂഗിളോ ഒന്നുമില്ലാത്തൊരു കാലത്തിരുന്നുകൊണ്ട് അത്രയേറെ പരന്ന വായനയുണ്ടായിരുന്ന ഒരാൾ. പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി പത്രപ്രവർത്തനം ഒരു മഹത്തായ തൊഴിലാണ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ബീഹാറിൽ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന പത്രപ്രവർത്തകനാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രീതിയിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എഴുതുക, ആ എഴുതാനുള്ളൊരു അന്തരീക്ഷം താൻ വർക്ക് ചെയ്യുന്ന പത്രത്തിൽ വേണം എന്ന് ആഗ്രഹിച്ച പത്രാധിപരാണ്. പല പത്രാധിപന്മാർക്കും ആ ആഗ്രഹം നടക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ പത്ര മുതലാളിമാരുടെ അനുഭവങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കുമാണ് പത്രത്തിൽ എന്നും സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. അതെ, എന്നും. പക്ഷേ അത് അങ്ങനെ സ്വാധീനം വരുമ്പോഴും തൻ്റെ അഭിപ്രായങ്ങൾക്കും തൻ്റെ അനുഭവത്തിനും കൂടി താൻ ജോലി ചെയ്യുന്ന പത്രത്തിൽ സ്പേസ് ഉണ്ടാകണം എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വേണ്ട എന്നല്ല, പത്ര മുതലാളിമാരുടെ അഭിപ്രായങ്ങൾ വേണ്ട എന്നല്ല, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുമല്ല. പക്ഷേ മുതലാളിമാരുടെയും മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങൾ ഇതിൽ വരുമ്പോൾ അതിനോടൊപ്പം തൻ്റെ അഭിപ്രായങ്ങൾക്ക് കൂടി ഇതിനകത്ത് സ്പേസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹം 90 വയസ്സുള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ വണ്ടി സ്വന്തം നിലക്ക് ഓടിച്ചു പോയിരുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് 90 വയസ്സുള്ളപ്പോഴും അദ്ദേഹം ഓടിച്ചു. അതിനുശേഷവും 97-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അതിനുശേഷവും അദ്ദേഹം ഓടിച്ചിട്ടുണ്ട്. എന്തായാലും 90 വയസ്സിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു വാർത്ത, ഒരു ഫീച്ചർ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കാണാൻ എന്നെ അല്പം വിസ്മയിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലും പുള്ളി സ്വന്തം നിലക്ക് വാഹനം ഓടിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പത്രധർമ്മം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് മദ്രസകളിൽ, ഇൻക്യുബേറ്ററുകളിൽ SFI മുട്ട വെച്ച് വിജയിച്ചെടുത്ത ഒരു തലമുറയാണ് ഇന്ന് മാധ്യമ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതല്ലാത്തതൊന്നും വാർത്തയല്ല എന്നും അവരുടേതല്ലാത്തതൊന്നും സത്യമല്ല എന്നും വിശ്വസിക്കുന്ന ഒരു ഇൻക്യുബേറ്ററിലൂടെ ജനിച്ചു വന്നൊരു ജീവികളാണ് ഇന്നിപ്പോൾ ഈ മാപ്രകൾ എന്ന പേരിൽ ഒതുക്കുന്ന. അവരിൽ മഹാഭൂരിപക്ഷം പേര് SFIക്കാരായിരുന്നു. സത്യമല്ലേ? അതെ. അപ്പോൾ അത് ഈ മാർക്സിസ്റ്റ് മദ്രസയിലെ ഇൻക്യുബേറ്ററിൽ
SFI മുട്ട വെച്ചിട്ട് അത് വിരിയിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന മൂപ്പത്താത്ത കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി താൻ ഈ അഭിപ്രായം പറയുമ്പോഴും തൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു അഭിപ്രായത്തിനും തൻ്റെ പത്രത്തിൽ സ്പേസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച പത്രാധിപരാണ്. അവിടെയാണ് മാറ്റം. തനിക്കും തൻ്റെ മുതലാളിക്കും പറയാനുള്ളതിനപ്പുറത്തേക്ക് ഒന്നും പറയേണ്ടതില്ല എന്നും ബാക്കിയുള്ളവർക്ക് യാതൊരു സ്പേസും വേണ്ട എന്നും അങ്ങനെയല്ല. പത്രം ഒരു ലോകമാണെന്നും ആ ലോകത്ത് നടക്കുന്ന എല്ലാത്തരം കാര്യങ്ങൾക്കും പത്രത്തിൽ സ്പേസ് ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച ഒരു പത്രാധിപരായിരുന്നു അദ്ദേഹം. അങ്ങനത്തെ ഒരു പത്രസംസ്കാരം ഇന്നില്ല. അപ്പോൾ TGS ജോർജിൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ മാധ്യമത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും കൂടിയുണ്ട്. കാരണം മാധ്യമപ്രവർത്തകൻ കോളം എഴുതുമ്പോൾ അയാളുടെ അഭിപ്രായം എഴുതാം. അതെ. പക്ഷേ വാർത്ത എഴുതുമ്പോൾ ആ വാർത്തയിൽ അയാളുടെ അഭിപ്രായം വരാൻ പാടില്ല. അത് വാർത്തയായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണം. വാർത്ത വേറെ, അഭിപ്രായം വേറെയാണ്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കോളത്തിൽ എഴുതാം. നിങ്ങളൊരു രാഷ്ട്രീയ വിശകലനം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം, പക്ഷേ ഒരു പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്ത് നിങ്ങളൊരു വാർത്ത പറയുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായത്തെ വാർത്തയാക്കി മാറ്റി എഴുതുന്ന ഒരു രീതിയിലേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂപ്പത്താത്ത ഇൻക്യുബേറ്ററിൽ മുളക്കപ്പെട്ട SFI ജീവികൾ വന്നിരിക്കുന്നതുകൊണ്ടാണ്. ഇവർക്കൊക്കെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ധരിക്കുന്നത് ചിലിയൻ മോഡലിൽ വിപ്ലവം നടക്കുമെന്നോ അല്ലെങ്കിൽ ബൊളീവിയൻ കാടുകളിലൂടെ ഇവർ പലരും ഈ കോളേജ് ക്യാമ്പസുകളിൽ പകൽ വെളിച്ചത്തിൽ നടന്നിരുന്നത് ബൊളീവിയൻ കാടുകളിലൂടെ ചെഗുവര നീങ്ങിയിരുന്ന രീതിയിലാണ്. അത്ര കലശലായ അനുകരണ ഭ്രമമൊക്കെ ഉള്ളവരാണ്. ആ ഒരു സംസ്കാരം ഇന്ന് മാധ്യമങ്ങളെ മൊത്തത്തിൽ ഭരിക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി സത്യത്തിൽ ഉണ്ടാക്കിയെടുത്തവരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന പത്രാധിപരാണ് TJS ജോർജ്. അദ്ദേഹത്തിൻ്റെ ഈ മരണാകാലത്തിലുള്ള 97 വയസ്സോടെ അദ്ദേഹം ജീവിച്ചിരുന്ന് 70 കൊല്ലത്തിലേറെ കാലം പത്രപ്രവർത്തകനായിട്ടിരുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമ സംസ്കാരത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാം. ഇംഗ്ലീഷിലും മലയാളത്തിലും സ്വതന്ത്രമായിട്ട് എഴുതാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ്. ആ മഹാനായ പത്രാധിപർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.